മസനഗുഡി വഴി ഊട്ടിക്ക് പോയാ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമേ പോവാത്തുണ്ടാവുള്ളൂ. കാരണം സോഷ്യൽ മീഡിയ തുറന്നാൽ എല്ലാവരും ഇപ്പോൾ ഊട്ടിയില്ല. അത് എവിടെയാ? നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഊട്ടിയിലേക്ക് പോകുന്നത്. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഡയലോഗ് കേട്ട് വണ്ടി എടുത്ത് പുറപ്പെട്ടവര് എത്രയാന്നാ? ഇനിയിപ്പോ നേരിട്ട് പോയില്ലെങ്കിൽ എന്താ? ഇങ്ങനെ പോവാന്നേ. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്ന ഡയലോഗ് കേട്ട് എത്ര പേര് ഊട്ടിയിലെത്തിയെന്ന് അറിയില്ല. പക്ഷെ ആ ഡയലോഗ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. നിലം തൊടാണ്ടില്ലേ പറന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ യാത്ര നേരിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാന്നങ്ങ് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ടു എന്നങ്ങ് വിചാരിക്കും. ഓരുടെ അവസ്ഥ എന്താന്ന് വെച്ചാ കഷ്ടം തന്നെ മൊയിലാളി, കഷ്ടം തന്നെ. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി എല്ലാ കഷ്ടപ്പാട് സഹിച്ച് ഊട്ടിയിലെത്തിയാലോ? ഈ പറഞ്ഞ ആനയെ മൊയലെ ഒന്നിനും കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള രോദനം ബാക്കി. കമന്റ് സെക്ഷനിൽ കിടന്നങ്ങ് കരയുക. അവരുടെ കരച്ചിലും ബഹളവും കേട്ടിട്ട് മറ്റുള്ളവർക്ക് തന്നെ ചിരി വരുന്നുണ്ട്. വല്ലാത്ത കഷ്ടം തന്നെ അല്ലേ? ഇതും കേട്ട് കെട്ടും കിടക്കൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പകുതി പേരും കിടക്കണം നമ്മളെ റോട്ടുമില്. ഒരാൾ പോലും അവിടെ എത്തിയിട്ടില്ല. അജാതി ബ്ലോക്ക് അല്ലേന്നേ. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. വല്ലാത്ത ചതിയത് ഓർക്കപ്പുറത്തന്റെ പിന്നീന്നൊരടിയത്. ഇതൊക്കെ ആണെങ്കിൽ എന്താ? മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയ്ക്ക് പിന്നിലെ കൈകളെ സോഷ്യൽ മീഡിയ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റാരുമല്ലത് നമ്മുടെ സായി പല്ലവിയാണ്. നീ ഇതുവരെ മസനഗുഡി വന്നിട്ടില്ലല്ലോ, നമുക്ക് ആ വഴി ഊട്ടിയൊക്കെ ഒന്ന് കറങ്ങാം. എന്തായാലും നമ്മളെ പ്രധാനമന്ത്രി മോദി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല മൂപ്പര് ഊട്ടിയിലെത്തിയത്. അതും വെറുതെ ഒന്നങ്ങ് കയറി ചെന്നൊന്നല്ല, നല്ല അടിപൊളി പാട്ടൊക്കെ പാടിയിട്ടാണ് മൂപ്പര് കയറിപ്പോയിട്ടുള്ളത്. മോദി മസനഗുഡി വഴി എങ്ങനെ ഊട്ടിയിലെത്തി എന്നതിനെ പഠിക്കാൻ നമ്മളെ മുഖ്യമന്ത്രി ഇതിനെ പിന്നാലെ പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മളെ കമന്റ് സെക്ഷനിലെ വിദഗ്ധർ പറയുന്നത്. അപ്പൊ മുഖ്യമന്ത്രിന്റെ വിഷയമൊക്കെ പ്രചരിപ്പിക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കട്ടാ. ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട, ആനയും മാനും മൊയലും പുലിയും എല്ലാം കാണുന്നുണ്ടെങ്കിൽ വേൻ തന്നെ അങ്ങോട്ട് വിട്ടുവളി. പേരെ കുത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പോവല്ലേ മസനഗുഡിക്ക്? ഒട്ടും തന്നെ സമയം കളയണ്ടാട്ടാ.